ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് രാവിലത്തെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ജനലൊക്കെ ഞാനൊന്ന് തുറന്നിട്ട്, അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി 8 മണിക്ക് അടിച്ചതാണ്, പക്ഷെ നന്നായിട്ട് തന്നെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം വെള്ളം തിളപ്പിച്ചത് കുറച്ച് ബാലൻസ് ഉണ്ടായപ്പോൾ അതൊക്കെ ഞാൻ ജഗ്ഗിലോട്ടൊക്കെ ഒഴിച്ച് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതിനെ ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവച്ച് ആവശ്യാനുസരണം എടുത്ത് കുടിക്കുകയല്ല. അപ്പോൾ ഞാൻ അപ്പോൾ തിളപ്പിക്കലാണ് കേട്ടോ, ആവശ്യാനുസരണം തിളപ്പിക്കലാണ്, അല്ലാണ്ട് ഒരുമിച്ച് തിളപ്പിച്ച് വെക്കലില്ല. കാരണം ഇവിടെ എപ്പോൾ വെള്ളം കുടിച്ചാലും അതിന് ചെറിയ ചൂട് വേണം. അപ്പോൾ ഞാൻ ആ ടൈമിന് തിളപ്പിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മോന് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെച്ച്, അപ്പോൾ നമുക്ക് ഇഡ്ഡലിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഇഡ്ഡലി ചുടുമ്പോൾ എനിക്ക് നല്ല ടെൻഷനാണ്, കാരണം എത്ര നല്ല രീതിക്ക് അടിച്ച് വെച്ചാലും എനിക്ക് ഇഡ്ഡലി ശരിയാവൽ കുറവാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചുട്ടപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടാണ്. അത് ഇടയ്ക്കൊരു അതിശയം പോലെ അങ്ങനെ ശരിയാവും, ചിലപ്പോൾ കല്ല് പോലെ ആയിരിക്കും. അപ്പോൾ ഞാൻ മാവൊക്കെ അതിലോട്ട് ഒഴിച്ച് നമുക്കൊന്ന് ആവിയേറ്റെടുക്കാം കേട്ടോ. അപ്പോഴേക്കൊക്കെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നമുക്ക് മൂടി വെക്കാം. നമുക്ക് ചായ ഒന്ന് തിളപ്പിച്ച് മാറ്റി വെക്കാം കേട്ടോ. ഞാൻ ഒട്ടുമിക്ക കാര്യങ്ങളും ഇപ്പോൾ ഇൻഡക്ഷനിലാണ് ചെയ്യല് കേട്ടോ. കാരണം ഈ ഒരു ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ ഇത് പ്രമോഷൻ ആയിട്ട് പറയണതല്ല കേട്ടോ, പ്രമോഷൻ വീഡിയോ ആയിട്ട് പറയണതല്ല. ഈ ഒരു ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കറിച്ചട്ടി വരെ വെക്കാം. കാരണം നമുക്കിപ്പോൾ ഗ്യാസ് തീർന്നാലും ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അറിയണില്ല. ഇൻഫ്രാറെഡിൻ്റെ ഇൻഡക്ഷനാണ്. അപ്പോൾ ആ ടൈം ആയപ്പോൾ എന്തേ ഇഡ്ഡലിയൊക്കെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇഡ്ഡലി നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ പേടിക്കാനുള്ളതൊന്നും ഉണ്ടായില്ല. ഇതേ കണ്ട നല്ല സോഫ്റ്റ് ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ആ തട്ടിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചാലും എടുക്കാൻ നേരം കുറച്ച് ഇങ്ങനെ നുറുങ്ങിയ പോലെയൊക്കെ വരാറുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. എത്ര ഓയിൽ ഗ്രീസ് ചെയ്താലും അങ്ങനെ തന്നെ. അപ്പോൾ ചട്നിക്കുള്ള തേങ്ങയൊക്കെ ആ ടൈമിൽ ഞാൻ ചിരവി അടിച്ചെടുത്ത് നമുക്കിനി അതും താളിച്ചെടുക്കാം കേട്ടോ. വെള്ളയപ്പത്തിൻ്റെ അല്ലെങ്കിൽ ദോശയുടെ മാവൊക്കെ തലേ ദിവസം അരച്ച് വെക്കുമ്പോൾ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. കാരണം നമ്മൾ വലിയൊരു വെപ്രാളം പിടിച്ചൊന്നും ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. അതിനുള്ള കറിയോ അല്ലെങ്കിൽ ചട്നി എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റായി. അപ്പോൾ ചട്നിയൊക്കെ താളിച്ചെടുത്ത ശേഷം ഞാൻ ചായ കുടിക്കാൻ ലാസ്റ്റാണ്ട് മോനെ പറഞ്ഞയച്ച ശേഷമാണ് ഞാൻ ചായയൊക്കെ കുടിക്കാനായിട്ടിരുന്നത്. കാരണം ഇപ്പോൾ ആ ടൈമിൽ എനിക്കിരുന്ന് കുടിക്കാനുള്ള ടൈമൊന്നും കിട്ടണില്ല. അപ്പോൾ ഇന്ന് ഞാൻ ചായയുടെ ഒപ്പം എടുത്തിരിക്കുന്നത് വണ്ടർ കേക്ക് പോലത്തേക്ക് ഒരു കേക്കാണ് കേട്ടോ, ചോക്ലേറ്റ് ഫ്ലേവറിലാണ്. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. ഓക്കെ, ബൈ.